എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ UK-യിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളും ILR 10 വർഷമാക്കണം എന്നുള്ള ചർച്ചകളും അങ്ങനെ ഒരുപാട് ചർച്ചകളാണ്. വലിയൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെയാണ് UK കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിൽ UK-യിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത കുടിയേറ്റക്കാരായി കാണപ്പെടുന്നത് ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ UK-യിൽ ഉയർന്നു വരുന്നത്. സമീപകാല സർവേ കാണിക്കുന്നത് കുടിയേറ്റത്തിന് ബ്രിട്ടീഷ് സമൂഹത്തിൽ നെഗറ്റീവ് സ്വാധീനമുണ്ടാക്കുന്നു എന്ന് ബ്രിട്ടീഷുകാരിൽ 40% പേരും കരുതുന്നു. അതുതന്നെയാണ് റീഫോം പാർട്ടിയുടെ മുന്നേറ്റത്തിന് കാരണവും. കുടിയേറ്റ ജനതയെ 5 വിഭാഗങ്ങളാക്കി വിവിധ ദേശീയതകളെ ആശ്രയിച്ച് ബ്രിട്ടീഷുകാരുടെ അഭിപ്രായങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. UK-യിൽ ഏറ്റവും വിജയകരമായ കുടിയേറ്റ ഗ്രൂപ്പുകളിൽ ഒന്ന് ഇന്ത്യക്കാരാണ്. ബ്രിട്ടീഷുകാരന് അവരുടെ സമൂഹത്തിന് ഗുണകരമല്ലാത്തവർ എന്ന് കാണുന്നതിൽ 5ാം സ്ഥാനത്ത് ഇന്ത്യക്കാരാണ്. ഏകദേശം 22% ബ്രിട്ടീഷുകാർ കുടിയേറിയ ഇന്ത്യക്കാരെക്കുറിച്ച് പ്രതികൂല വീക്ഷണങ്ങൾ പുലർത്തുന്നതായി കാണപ്പെടുന്നു. 4ാം സ്ഥാനത്ത് ആഫ്രിക്കക്കാരാണ്, പ്രത്യേകിച്ച് നൈജീരിയക്കാർ. ഏകദേശം 28% നിഷേധാത്മകമായിട്ടാണ് ബ്രിട്ടീഷുകാർ അവരെ കാണുന്നത്. 3ാം സ്ഥാനത്ത് പോളണ്ടുകാർ ഉൾപ്പെടെയുള്ള കിഴക്കൻ യൂറോപ്യന്മാരും ബൾഗേറിയക്കാരും പറ്റിയും 36% ബ്രിട്ടീഷുകാരാണ് പ്രതികൂല വീക്ഷണമുണ്ടെന്ന് പറയുന്നത്. ബ്രെക്സിറ്റിന് ശേഷം വളർന്നു വന്ന ഒരു വികാരമാണിത്. 2ാം സ്ഥാനത്ത് ബംഗ്ലാദേശികളെയും പാകിസ്ഥാനികളെയും പറ്റി ഏകദേശം 41% ബ്രിട്ടീഷ് പൊതുജനമാണ് നെഗറ്റീവായി കാണുന്നുണ്ടെന്ന് പറയുന്നത്. 1ാം സ്ഥാനത്ത് റൊമാനിയക്കാരാണ്. ഏകദേശം 48% രാജ്യത്തിന് പ്രതികൂലമായി ബ്രിട്ടീഷുകാർ കണക്കാക്കുന്നു എന്ന് ചില സർവേകൾ പറയുന്നത് റൊമാനിയക്കാരെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമല്ലാത്തൊരു രാജ്യക്കാരായി റൊമാനിയക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളതും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബ്രിട്ടീഷ് സമൂഹത്തിൽ ഇന്ത്യൻ കുടിയേറ്റക്കാരോടുള്ള പഴയ സൗഹൃദ മനോഭാവം മാറി വരുന്നുണ്ട്. പക്ഷേ അത് തികച്ചും തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് വേദനാജനകമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ആരെല്ലാം രാജ്യത്ത് ഉണ്ടാകുമെന്ന് തന്നെ അറിയാൻ കഴിയുന്നില്ല. കാരണം ഓരോ ദിവസവും നടക്കുന്ന പ്രക്ഷോഭങ്ങളും അതിന് പുറകിലുള്ള പ്രശ്നങ്ങളും എല്ലാവരും UK-യിൽ കാണുന്നതാണ്. അവരെ അടിച്ചു, ഇവരെ അടിച്ചു, അവർക്കെതിരെ ആക്രമണമുണ്ടായി, ഇവർക്കെതിരെ ആക്രമണമുണ്ടായി, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ UK-യുടെ ഇന്നത്തെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വരും ദിവസങ്ങളിലുള്ള അപ്ഡേറ്റുകൾ തന്നെ അറിയേണ്ടതുണ്ട്. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.